ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി വമൻ വാല. 19ാമത്തെ ക്ലാസ്സാണ് നൂനിയയിൽ നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതുവരെയുള്ള കഴിഞ്ഞ 18 ക്ലാസ്സുകൾ മുഖദ്ദിമ ആയിരുന്നു. വളരെ ഉപകാരപ്രദമായ പല വിഷയങ്ങളും അതിൽ അദ്ദേഹം കൊണ്ടുവന്നു. ഇനി അദ്ദേഹത്തിൻ്റെ മൻളൂമയിലേക്ക് നമ്മൾ കടക്കാൻ. അതിൽ ആദ്യത്തെ 38 വരി വിഷയവുമായി നേരിട്ട് ബന്ധമുള്ളതല്ല. കഅന്നഹു തൗത്തിഅ ഒരു ആദ്യപടി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ആമുഖം എന്ന രീതിയിൽ പറഞ്ഞ ചില കാര്യങ്ങളാണ്. അതായത് നിഷ്കളങ്കവും സത്യസന്ധവുമായ സ്നേഹം, ആ സ്നേഹവും അതേപോലെ സ്നേഹിതനും അല്ലെങ്കിൽ പ്രിയതമ. എന്നിട്ട് പറയണ ഇൻ കുൻതി കാദിബത്തല്ലദീ ഹദ്ദത്തിനി ഫഅലൈകി ഇസ്മുൽ കാദിബിൽ ഫത്താനി. അങ്ങനെയൊക്കെ ആയിരിക്കും നീ എന്നോട് കളവ് പറയുകയാണെങ്കിൽ ഫഅലൈകി ഇസ്മുൽ കാദിബിൽ ഫത്താനി, ഫിത്നക്കാരനും വ്യാജവാദിയുമായ ആളുടെ പാപഭാരം നിനക്കുണ്ടാകും. ആരാണ് അൽ കാദിബുൽ ഫത്താൻ? ജഹ്മി ബിൻ സഫ്വാനി വശിയഅതിഹിൽ ഉലാ ജഹദു സിഫാത്തിൽ ഖാലിഖിദ് ദയ്യാനി. ഇവിടെ മുതലാണ് വിഷയത്തിലേക്ക് വരുന്നത്. അൽ കാദിബ് അൽ ഫത്താൻ എന്ന് പറഞ്ഞാൽ ഹുവ ജഹ്മു ബിൻ സഫ്വാൻ. അയാളുടെ കളവ് കേവലം ഒരു കളവ് മാത്രമല്ല, ആ കളവിൻ്റെ പേരിൽ ഫിത്നയും ഉണ്ടായിട്ടുണ്ട്. ഫൽജഹ്മു ഖദ് ജമഅ ബൈന ഹാതൈനി الرذيلتين الكذب والفتنة فقد كذب على الله عز وجل وكذب الله أيضا. അള്ളാഹുവിൻ്റെ പേരിൽ വ്യാജമായത് പറഞ്ഞു, അള്ളാഹു പറഞ്ഞതിനെ കളവാക്കുകയും ചെയ്തു. ലിഅന്നഹു ഖാൽ, എന്താണ് അയാൾ പറഞ്ഞത്? ഇന്നല്ലാഹ തആല ലൈസ ലഹു സിഫാത്ത്, അള്ളാഹ്ക്ക് യാതൊരു വിശേഷണവുമില്ല. അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നിഷേധിക്കുകയായിരുന്നു. വഫതനൽ ആലമ ബിമാ ഇൻദഹു മിനശ് ശുബ്ഹാത്ത്, അയാൾ കൊണ്ടുവന്ന പല വ്യാഖ്യാനങ്ങളും സന്ദേഹങ്ങളും ആശയക്കുഴപ്പങ്ങളും ലോകത്ത് പ്രചരിപ്പിച്ച് ആളുകൾ ആ ഫിത്നയിൽ അകപ്പെടുകയും ചെയ്തു. അതാണ് അയാളിലൂടെ ഉണ്ടായ ഫിത്ന. ലാകിൻ ഇൻളുർ ഇലാ ഹുസ്നി തഖല്ലുസിൽ മുഅല്ലിഫ്, ഇബ്നുൽ ഖയ്യിമിൻ്റെ ശൈലിയെ സംബന്ധിച്ചും ആവിഷ്കാരത്തെ സംബന്ധിച്ചും ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ. അദ്ദേഹം തുടക്കത്തിൽ പല കഥകളും അതേപോലെ തന്നെ പല നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് പെട്ടെന്ന് വളരെ ഭംഗിയായി വിഷയത്തിലേക്ക് കടന്നു വന്നു. لا نشعر به فننتقل من أمور مصورة أنها حسية إلى أمور معنوية بهذه السهولة. വളരെ ഈസി ആയിട്ട് അദ്ദേഹം ഇതിലേക്ക് വന്നു എന്നുള്ളതാണ്. والجهم بن صفوان هذا لا بد أن نعرف أنه من ترمذ. ഇമാം അത്തിർമിദിയുടെ നാട്ടുകാരനാണ് അദ്ദേഹം. മദീന മഷ്ഹൂറ മിൻ ഉമ്മഹാത്തിൽ മുദുൻ. അദ്ദേഹം ആരാണ്? ജഹ്മു ബിൻ സഫ്വാൻ. അബൂ മുഹ്രിസ് അസ്സമർഖന്ദി. ജഹ്മു ബിൻ സഫ്വാൻ ഹുവ അബൂ മുഹ്രിസ് അസ്സമർഖന്ദി റഅസുൽ ജഹ്മിയ്യ من أكذب الناس على الله تعالى وأعظمهم فتنة وضلالة في الدين، وكان من أعظم الناس نفيا لصفات الله تعالى وأسمائه. قال الإمام الذهبي في الميزان: ما علمته روى شيئا لكنه زرع شرا عظيما. ഹദീസ് റിവായത്ത് ഇന്ന് റാവിയൊന്നും ആയിരുന്നില്ല, അങ്ങനെ ഒരു റിവായത്തുള്ളതായിട്ടും അറിയില്ല. പക്ഷേ
കുറേ ഷർറ് അദ്ദേഹം നട്ടുപിടിപ്പിച്ചു. ഹലക സമന താബിഈൻ സനത 128. സിയർ അലാമുൻ നുബലായിൽ 6-ാം വോള്യം 204-ാമത്തെ പേജിൽ അദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ടെന്നാണ്. ജഹ്മ ഇബ്നു സഫ്വാൻ. അയാൾ അള്ളാഹുവിൻ്റെ പേരിൽ ഏറ്റവും വലിയ കളവ് പറഞ്ഞ ആളാണ്. ആളുകൾക്കിടയിൽ ഏറ്റവും ഗുരുതരമായ ഫിത്ന ഉണ്ടാക്കിയ ആളാണ്. അയാൾ ചെയ്തത് അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നിഷേധിച്ചു. അയാൾക്ക് ഈ ആശയം കിട്ടിയത് എവിടെ നിന്നാണ്? അപ്പോൾ തിർമദ് എന്ന പ്രദേശത്തുള്ള ജഹ്മ ഇബ്നു സഫ്വാൻ. وأنه تلقى مقالة التعطيل عن الجعد بن درهم. ജഅദ് ബിൻ ദിർഹം എന്ന് പറയുന്ന ആളിൽ നിന്നാണ് ഇദ്ദേഹത്തിനത് കിട്ടിയത്. വൽ ജഅദ് ബിൻ ദിർഹം ഹുവ അവ്വലു മൻ ഖാല ബിത്തഅത്തീൽ. അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നിഷേധിച്ചുകൊണ്ട് ആദ്യം ഇത്തരം ഒരു പിഴച്ച വാദവുമായി കടന്നു വന്ന ആള് ജഅദ് ബിൻ ദിർഹമാണ്. അയാളിൽ നിന്നാണ് ആർക്ക് കിട്ടിയത്? ജഹ്മ ബിൻ സഫ്വാന് കിട്ടിയത്. ജഅദ് ബിൻ ദിർഹം മിനൽ മവാലി മുബ്തദിഅ ലഹു അഖ്ബാറുൻ ഫി സൻദഖ. നിരീശ്വരവാദിയാണെന്ന്. സക്കനൽ ജസീറ യാനി അൽ ഇറാഖ്, ഇറാഖുകാരനാണ്. വ അഖദ അൻഹു മർവാൻ ബിൻ മുഹമ്മദ്. ജഅദിൽ നിന്ന് മർവാൻ സ്വീകരിച്ചു. ഔ തഅദ്ദബ അലൈഹി ഫി സിഗ്രിഹി. ജഅദ് ബിൻ ദിർഹമിൻ്റെ അടുക്കൽ പഠിച്ച ആളാണ് മർവാൻ ബിൻ മുഹമ്മദ്. അവരിൽ നിന്നാണ് ആർക്ക് കിട്ടുന്നത്? ജഹ്മ ബിൻ സഫ്വാന് കിട്ടുന്നത്. ജഹ്മ ബിൻ സഫ്വാനാണ് ഇത് ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ തഅത്തീൽ, അള്ളാഹുവിൻ്റെ സിഫത്ത് നിഷേധം അറിയപ്പെടുന്നത് ജഹ്മിയ എന്ന പേരിൽ. ജഅദിയ എന്നല്ല, ജഹ്മിയ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. കാരണം എന്താ? തുടക്കക്കാരൻ ജഅദ് ബിൻ ദിർഹമാണ്. അർത്ഥത്തിൽ ജഅദിയ എന്നാണ് പറയേണ്ടതെങ്കിലും പിന്നെ പ്രചരിപ്പിച്ച അതിൻ്റെ റഈസായി, അതിൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളായി അറിയപ്പെടുന്നത് ജഹ്മ ബിൻ സഫ്വാൻ ആയതുകൊണ്ട് അയാളിലേക്ക് ചേർത്തുകൊണ്ട് അൽ ജഹ്മിയ എന്ന് പറയും. അവരുടെ ആകത്തുക അല്ലെങ്കിൽ പ്രധാന വിഷയം തഅത്തീലാണ്, അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നിഷേധിക്കലാണ്. ഫൽ ജഅദു തകല്ലമ ഫി മസ്അലതൈനി ഫഖത്ത്. ജഅദ് ബിൻ ദിർഹം സത്യത്തിൽ 2 മസ്അലയാണ് സംസാരിച്ചിട്ടുള്ളൂ. എന്താണത്? ഇന്നല്ലാഹ ലം യത്തഖിദ് ഇബ്രാഹീമ ഖലീല. അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഖലീലായി സ്വീകരിച്ചിട്ടില്ല. അതാണ് ഒന്ന്, അയാളുടെ പിഴച്ച വാദം. 2, വലം യുകല്ലിം മൂസ തക്ലീമ. മൂസ നബി അലൈഹി സ്വലാമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് സംസാരിച്ചിട്ടില്ല. ഇതാണ് അയാളുടെ വാദമുണ്ടായിരുന്നത്. ثم أخذها عنه الجهم بن صفوان. ആ ആശയം അയാളിൽ നിന്ന് അത് ഏറ്റുപിടിച്ച് കൊണ്ടു നടന്ന ആളാണ് ജഹ്മ ബിൻ സഫ്വാൻ. വസ്വാറ യുനാദിറു ബിഹിമ. ഈ വിഷയങ്ങൾ വെച്ചുകൊണ്ട് മുനാദറയും സംവാദങ്ങളും ഖണ്ഡനങ്ങളും പ്രചാരണങ്ങളൊക്കെ നടത്തിയത് ജഹ്മ ബിൻ സഫ്വാനാണ്. വയദ്ഉ ഇലാ ഹാദൽ മദ്ഹബ്. ഈ ആശയത്തിലേക്ക് അയാൾ ദഅവത്ത് ചെയ്തു. വൻതശറൽ മദ്ഹബു അലാ യദിഹി. ഈ പിഴച്ച ആശയം അയാളിലൂടെയാണ് എന്ത് ചെയ്തത്? പ്രചരിച്ചത്. ഫലിഹാദാ നുസിബ ഇലൈഹി വസാറ യുസമ്മ മദ്ഹബുൽ ജഹ്മിയ്യ ലാ മദ്ഹബൽ ജഅദിയ്യ ലിഅന്നഹു ഹുവ അല്ലദീ നശറഹു. അതാണ് കാര്യം. വഹുവ മബ്നിയുൻ അലാ തഅത്തീലി സിഫാത്തില്ലാഹ്. ഫഅവ്വലു മാ കാന അന്നഹും അഅ്തലു സിഫാത്തില്ലാഹ് ثم غلوا فعطلوا الأسماء والصفات. ആദ്യം അവർ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ നിഷേധിച്ചെങ്കിലും പിന്നെ അതിലും അതിര് കവിഞ്ഞു പോയി എന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ അസ്മാകളെയും കൂടി നിഷേധിച്ചു. ثم غلوا وعطلوا كل ما يدل على ثبوت. ثم غلوا وعطلوا كل ما يدل على ثبوت أو انتفاء وقالوا لا يصح أن يوصف الله بنفي ولا إثبات.
അള്ളാഹുവിനുണ്ട് എന്ന് പറയുന്ന വിശേഷണങ്ങളെയായിരുന്നു ആദ്യം നിഷേധിച്ചത്. പിന്നെ കടന്ന് ഇല്ല എന്ന് പറയുന്ന ഇന്തിഫാഇൻ്റെയും നിഷേധത്തിൻ്റെയും വിശേഷണങ്ങളെ നിഷേധിച്ചു. എന്നിട്ട് അവർ പറഞ്ഞെത്തിയത് ലാ യസ്ഹു അൻ യൂസഫ് അല്ലാഹു ബിനഫിൻ വലാ ഇസ്ബാത്ത്. ഇന്ന ഒരു കാര്യം ഉണ്ട് അല്ലെങ്കിൽ ഇന്നത് ഇല്ല എന്നിങ്ങനെ അള്ളാഹുവിനെ സംബന്ധിച്ച് ഇസ്ബാത്ത് ചെയ്യാനോ നഫി ചെയ്യാനോ പാടില്ല എന്നിങ്ങനെ അവർ പറഞ്ഞു. അപ്പോൾ അതാണ് ജഹമിയത്തിൻ്റെ തുടക്കവും വികാസവും. فقال إن الله سبحانه وتعالى لم يتخذ إبراهيم خليلا ولم يكلم موسى تكليما. അതായിരുന്നു ജഅദ് ബിൻ ദിർഹമിൻ്റെ വാദം. ജഹ്മു ബിൻ സഫ്വാൻ ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചത്. അതിന് ന്യായം അവർ പറഞ്ഞത് എന്താണ് എന്ന് ചോദിച്ചാൽ ലിഅന്നൽ ഖലീല മഅഖൂദുൻ മിനൽ ഖുല്ല വൽ ഖുല്ലത്തു ഇൻദഹും ഐ ഇൻദൽ മുഅത്തില മഅഖൂദുൻ മിനൽ ഖില്ല ബിൽകസ്റ ബിമഅനൽ ഹാജ. ഖുല്ലത്ത് ചങ്ങാത്തം അല്ലെങ്കിൽ എന്താണ് ഖലീൽ എന്നതിൽ നിന്ന് വരുന്ന ആ സ്നേഹബന്ധം അവരുടെ ഭാഷ്യപ്രകാരം തഅത്തീലിൻ്റെ ആളുകൾ പറയുന്നത് ഖില്ലത്ത് എന്ന പദത്തിൽ നിന്നാണ്. അതായത് ബിമഅനൽ ഹാജ, ആവശ്യം എന്നർത്ഥത്തിൽ. അപ്പോൾ ആവശ്യമുള്ളത് കൊണ്ടാണ് സ്നേഹിതനെ സ്വീകരിച്ചത് എന്നർത്ഥത്തിൽ. ഫത്തഖദ ഇബ്രാഹിമ ഖലീല. അപ്പോൾ അങ്ങനെ അള്ളാഹു ഇബ്രാഹിം നബിയെ ഖലീലാക്കി എന്ന് പറഞ്ഞാൽ മുഹ്താജൻ ഇലാ റബ്ബിഹി, പടച്ചവന് ആവശ്യമുള്ളതിനാൽ എന്ന ആയി. വലം യുക്കല്ലിം മൂസ തക്ലീമ. രണ്ടാമത് അവർ നിഷേധിച്ചത് മൂസാ നബിയോട് അള്ളാഹു സംസാരിച്ചില്ല എന്നല്ലേ. ലിഅന്നൽ കലാമ ഇൻദഹും മഖ്ലൂഖ്. അവരുടെ ഭാഷപ്രകാരം സംസാരം എന്നത് എന്താണ്? സൃഷ്ടിയാണ്. ഫലം യസ്ദുർ മിനല്ലാഹി തആല കലാമുൻ ഹാദാ അവ്വലു മാ നശഅ തഅ്തീൽ. അതുകൊണ്ട് അവർ പറഞ്ഞത് അള്ളാഹു സംസാരിച്ചിട്ടില്ല, അള്ളാഹുവിൽ നിന്ന് സംസാരം ഉണ്ടായിട്ടില്ല. ഹാദാ അവ്വലു മാ നശഅ തഅ്തീൽ. അങ്ങനെയാണ് നിഷേധം, സിഫത്ത് നിഷേധത്തിൻ്റെ തുടക്കം. പക്ഷേ കേവലം രണ്ട് സിഫത്തുകളെ നിഷേധിക്കലല്ലാതെ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് പോലെ മഅലൂമുൻ അന്ന ഹാദൈനിൽ അസ്ലൈൻ ഇന്തിഫാഉൽ മഹബ്ബ വൻതിഫാഉൽ കലാം യസ്ഖുതു ബിഹിമാ കുല്ലുദ്ദീൻ. അദ്ദീനു കുല്ലു, ദീന് മൊത്തം അതിലൂടെ തകർന്ന് തരിപ്പണാകാണ് ഈ രണ്ട് സിഫത്തുകൾ നിഷേധിക്കുന്നതിലൂടെ. കാരണം എന്താണ്? ലിഅന്നൽ ആബിദീന ലില്ലാഹി തആല ഇന്നമാ യഅ്ബുദൂനഹു മഹബ്ബത്തൻ. അള്ളാഹുവിനോടുള്ള സ്നേഹത്താലാണ് ആബിദീങ്ങൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നത്. അതേപോലെ തന്നെ വയഅ്ബുദൂനഹു ബികലാമിഹി അല്ലദീ ഹുവ ശർഉഹു. ആ ഇബാദത്ത് അവർ നിർവഹിക്കുന്നത് അള്ളാഹുവിൻ്റെ കലാമിലൂടെയാണ്, അഥവാ അള്ളാഹു നിശ്ചയിച്ച നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ്. ഫൈദാ ബത്തല ഹാദാ വഹാദാ. അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടാൻ അള്ളാഹുവിനോടുള്ള ഇഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് സത്യവിശ്വാസികൾ ഇബാദത്ത് ചെയ്യുന്നു. അപ്പോൾ മഹബത്തില്ല എന്ന് പറയുമ്പോൾ ഇബാദത്ത് അവിടെ തകർന്നു, ഇബാദത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. രണ്ട്, ആ ഇബാദത്ത് നമ്മൾ നിർവഹിക്കുന്നത് എങ്ങനെയാണ്? അള്ള പറഞ്ഞു തന്ന അവൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടാണ്. അപ്പോൾ മഹബത്തുമില്ല കലാമുമില്ല എന്ന രണ്ട് സിഫത്തുകൾ നിഷേധിക്കുന്നതോടുകൂടി ദീൻ ആകെ തകർന്നതിന് തുല്യമായി. ഫൈദാ ബത്തല ഹാദാ വഹാദാ ഫലൻ യബ്ഖാ ശൈ ഫമിൻ അജ്ലി ഹാദിഹിൽ മുസീബത്തിൽ അളീമ ഹസല മാ ഹസൽ. അതുകൊണ്ടാണ് ഈ കാണാവുന്ന ഫിത്നകളും കുഴപ്പങ്ങളുമെല്ലാം ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായത്. അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ അവർ നിഷേധിച്ചു. ജഹദു സിഫാത്തിൽ ഖാലിഖിദ് ദയ്യാനി. വിധികർത്താവും സൃഷ്ടാവുമായ പടച്ചറബിൻ്റെ സിഫത്തുകളെ അവർ നിഷേധിച്ചു. ഐ അൻകറൂഹ. രണ്ട് തരത്തിലുള്ള നിഷേധമുണ്ടെന്ന് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു.
എങ്ങനെയാണ് സിഫത്തുകൾ നിഷേധിക്കുക? സിഫത്ത് നിഷേധികൾ മൊത്തം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 തരത്തിലുള്ള ജഹദ്, നിഷേധം, ഇൻകാർ, തഅ്തീൽ കാണാം. ഒന്ന് തക്ദീബ്, 2 തഅ്വീൽ. തക്ദീബ് എന്ന് പറഞ്ഞാൽ ഫഹാദ കുഫ്റുൻ ലാ ഇഷ്കാല ഫീഹി, അയാളുടെ കുഫ്രിയത്തിൽ ആർക്കും സംശയമില്ല. അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞ ഒരു സിഫത്തിനെ ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചാൽ വലാ യജൂസു അൻ യതവഖഫ ഫീഹി അഹദുൻ മിസ്ല അൻ യഖൂൽ ഇന്ന അല്ലാഹ ലം യസ്തവി അലൽ അർഷ്, അള്ളാഹു സിംഹാസനാരോഹിതനായിട്ടില്ല. അള്ളാഹുവിൻ്റെ ഇസ്തിവാഇനെ നിഷേധിക്കാൻ, അല്ലെങ്കിൽ ഇസ്തിവാ എന്ന് പറഞ്ഞാൽ ഇന്നതാണെന്നൊന്നും പറയാനില്ല, ഇസ്തിവാഇനെ നിഷേധിക്കാൻ. ഇന്നല്ലാഹ തആല ലം യഖ്ലുഖിൽ ഖൽഖ, അള്ളാഹു യാതൊരു സൃഷ്ടിയെയും സൃഷ്ടിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ ഖൽഖ് എന്ന സിഫത്തിനെ നിഷേധിക്കുന്നു. ഇങ്ങനെ അള്ളാഹുവിനുണ്ട് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു സിഫത്തിനെ വ്യാഖ്യാനങ്ങൾ കൂടാതെ ഇല്ല, അള്ളാഹ് ഉണ്ടെന്ന് പറഞ്ഞാൽ നേരെ ഇല്ല എന്ന് പറയുമ്പോൾ അത് തനിച്ച കുഫ്രിയത്താണ്, നിഷേധമാണ്. അതാണ് എന്ത്? ജഹദ് അത്തക്ദീബ്, അല്ലെങ്കിൽ ഇൻകാർ അത്തക്ദീബ്, കളവാക്കിക്കൊണ്ടുള്ള നിഷേധം. എന്നാൽ വ്യാഖ്യാനം എങ്ങനെയാണ്? ജഹദ് അത്തഅ്വീൽ, ഇൻകാർ അത്തഅ്വീൽ. വ്യാഖ്യാനത്തിൻ്റെ നിഷേധം എന്ന് പറഞ്ഞാൽ ഫയുൻളർ, അവരൊറ്റയടിക്ക് കാഫിർ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവരുടെ വിഷയത്തിൽ നമ്മളൊന്ന് ആലോചിക്കണം, പരിശോധിക്കണം. ഇദാ കാന ലിസ്തഅ്വീലി മസാഗുൻ ഫിൽ ലുഗത്തിൽ അറബിയ്യ, ഭാഷ അനുസരിച്ച് അങ്ങനെ വ്യാഖ്യാനത്തിൻ്റെ സാധ്യത കാണുന്നുണ്ടെങ്കിൽ ഫഇന്നഹു ലാ യക്ഫുർ, അയാൾ കാഫിറാണെന്ന് പറയാൻ പറ്റില്ല. ലാക്കിൻ യകൂനു ഫാസിഖൻ, പക്ഷെ എന്തായിരിക്കും? ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടില്ലെങ്കിലും ഇസ്ലാമിൻ്റെ നേരായ പാതയിൽ നിന്ന് തെറ്റിയ ഒരു അധർമ്മകാരി എന്ന് പറയേണ്ടി വരും. വൈദാ ലം യകുൻ ലഹു മസാഖ്, ഭാഷാപരമായ യാതൊരു സാധ്യതയും ന്യായവും കാണാത്ത അവസ്ഥയിലാണെങ്കിലോ ഫഹുവ കൽ ജാഹിദി ജഹദ തക്ദീബ്, നിഷേധിച്ചവനെ പോലെ തന്നെയായിരിക്കും അയാളെയും കാണാം. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഹാദാ റജുലുൻ ഖാൽ, ഫമസലൻ ഹാദാ റജുലുൻ ഖാല വല്ലാഹി ലാ അഷ്തരി ഖുബ്സ, ഒരാൾ സത്യം ചെയ്ത് പറയാം ഞാൻ ഖുബ്സ് വാങ്ങൂല. എന്നിട്ട് പോയി അയാൾ എന്ത് ചെയ്തു? ദഹബ വഷ്തറ ഖുബ്സ, ഖുബ്സ് വാങ്ങി. ഫഖുൽന അലൈക കഫാറത്തു യമീൻ, നീ സത്യം ചെയ്തിട്ട് അത് ലംഘിച്ചു, അതുകൊണ്ട് കഫാറത്ത് യമീൻ നിനക്ക് നിർബന്ധമാണ് എന്ന് പറയുമ്പോൾ അയാൾ പറഞ്ഞില്ല, ഇല്ല, എനിക്കത് ബാധകമല്ല. അനമാ ഖസത്തു ഖുബ്സൻ ബൽ ഖസത്തു ബഈറൻ, ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത് റൊട്ടിയല്ല, ഒട്ടകത്തെയാണ്, അതുകൊണ്ട് എനിക്ക് കഫാറത്ത് ബാധകമല്ല എന്ന് പറഞ്ഞാൽ ഫഹാദാ ലാ യുഖ്ബലു അബദ, അയാളിൽ നിന്ന് ആ വ്യാഖ്യാനവും അയാളുടെ ആ വിശദീകരണവും സ്വീകരിക്കുമോ? ഇല്ല, ഒരിക്കലും സ്വീകരിക്കൂല. ലിഅന്ന ഹാദാ ലാ യുംകിനു ഫിൽ ലുഗത്തിൽ അറബിയ്യ, കാരണം ഭാഷയിൽ അങ്ങനെ പറഞ്ഞാൽ യാതൊരു സാധ്യതയില്ലാതെ, ഖുബ്സ് എന്ന് പറഞ്ഞാൽ ബഈർ എന്ന് ഉദ്ദേശിക്കാൻ യാതൊരു സാധ്യതയും ന്യായവും ഇല്ലാത്തതാണ്. അതുകൊണ്ട് വിദൂരമായ അല്ലെങ്കിൽ ഒരു സാധ്യത പോലും ഇല്ലാത്തൊരു കാര്യത്തെ കൂട്ടിക്കെട്ടി വ്യാഖ്യാനിച്ചാലും എന്താണ്? നിഷേധം തന്നെയാണ്. എന്നാൽ അമ്മാ ഇദാ കാന യുംകിനു, ആ വ്യാഖ്യാനത്തിനൊരു ന്യായവും സാധ്യതയുണ്ടെങ്കിൽ, ഏതുപോലെ ഹരീരിയുടെ മഖാമാത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ, ബദിഉ സമാൻ അൽ ഹമദാനി എന്നൊക്കെ പറഞ്ഞ പോലെ, ഹരീരിയെ പറ്റി കേട്ടിട്ടില്ലേ? മഖാമാത്തിൻ്റെ ആളുകൾപ്പെട്ട. വത്വാലമാ മർറ ബി കൽബുൻ വഫീ ഫമിഹി സൗറുൻ വലാകിന്നഹു സൗറുൻ ബിലാ ദനബി, എൻ്റെ അടുക്കലൂടെ ഒരു നായ ഓടിപ്പോയി, ആ നായയുടെ വായിൽ എന്തുണ്ട്? ഒരു സൗറുണ്ട്, പക്ഷേ ആ സൗറിന് വാലില്ലാത്ത സൗറാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും സൗറ് കാള ഒരു നായൻ്റെ വായിലോ? ഹൽ യുംകിനു അൻ യകൂന സൗറുൻ ബിഫമിൽ കൽബ്? അൽ ജവാബുല വലാകിൻ ലഹു തഅവീൽ. പക്ഷെ ഇവിടെ ഹരീരി ഉദ്ദേശിച്ചത് 4 കാലുള്ള പശുവിൻ്റെ അച്ഛനായ കാളയെ പറ്റിയല്ല എന്നർത്ഥം. ലിഅന്ന സൗറ യുത്ലഖു ഫിൽ ലുഗത്തിൽ അറബിയ്യ അലാ ഖുർസിൻ മിനൽ ലബനിൽ ജാഫ്, ഉണങ്ങിയ പാൽക്കട്ടിക്ക് എന്ത് പറയും? സൗർ എന്ന് പറയും. വഹാദ മുംകിൻ. അപ്പം അങ്ങനെ സാധ്യതയും അതേപോലെ തന്നെ പ്രയോഗങ്ങളുമൊക്കെ ഉള്ളതാണെങ്കിൽ ഓക്കെ.
അപ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തുകളായി വന്നതിനെ തെളിവുകളുടെയും അതേപോലെ ന്യായത്തിൻ്റെയും അല്ലെങ്കിൽ ഭാഷയിലെ പ്രയോഗത്തിൻ്റെയും ഒക്കെ സാധ്യത വെച്ചുകൊണ്ട് ഒരു തഅ്വീലിലൂടെ സിഫത്ത് നിഷേധിച്ചാണെങ്കിൽ അയാളെ കാഫിറെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ അള്ളാഹുവിനുണ്ട് എന്ന് പറഞ്ഞ സിഫത്തുകളെ ഒറ്റയടിക്ക് അയാളുടെ ബുദ്ധിയും യുക്തിയും മാത്രം ആധാരമാക്കി നിഷേധിച്ചാൽ അത് ജഹദ് അത്തക്ദീബ് എന്നാണ് പറയാം. നിഷേധത്തിൻ്റെ അല്ലെങ്കിൽ അവിശ്വാസത്തിൻ്റെ നിഷേധമാണ്. അപ്പോൾ വജാ റബ്ബുക എന്നുള്ള പറയുമ്പോൾ ഇന്നല്ലാഹ ലാ യജീഉ എന്നത് ജഹദു തക്ദീബാണ്. എന്നാൽ വജാ റബ്ബുക എന്ന് പറഞ്ഞതിന് യഅനി ജാ അംറു റബ്ബിക്, അള്ളാഹുവിൻ്റെ വരവ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കൽപ്പന എന്നാണ് എന്ന് പറയുമ്പോൾ ഫഹാദ ഇൻകാറു തഅ്വീൽ ഫഹും ജഹദു സിഫാത്തിൽ ഖാലിഖ് ദയ്യാൻ വഖാലു ഇന്നല്ലാഹ ലൈസ ലഹു സിഫ സുബ്ഹാനല്ലാഹ് ഫല്ലാഹു സമ്മാ നഫ്സഹു ബിഅന്നഹു സമീഉൻ ബസീറുൻ അലീമുൻ ഖാലു അബദൻ മാ ലഹു സിഫ. അള്ളാഹു ഖുർആനിലൂടെ എത്രയോ സിഫത്തുകൾ ഉള്ളതായി അവൻ്റെ ഇസ്മിലൂടെ പഠിപ്പിച്ചു, അല്ലാതെ പഠിപ്പിച്ചു. ഇവർ പറയണം അള്ളാഹ്ക്ക് യാതൊരു സിഫത്തുമില്ല. അപ്പോൾ അത് വലിയ അബദ്ധമാണ്, അപകടമാണ്, കുഫറാണ്. അള്ളാഹു എല്ലാത്തരം ഷർറുകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ.